ജയിലിൽ വെച്ച് അനിമോളെ തകർക്കാനുള്ള പ്ലാനുമായിട്ട് ജിസേൽ അമ്മായി, ചീവീട് റന, അതുപോലെ തന്നെ വിഷം ബിന്നി, ചൈന ബിന്നി, ഇവരെല്ലാവരും കൂടി ചേർന്ന് അപ്പാനി, ശരത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ആര്യൻ തുടങ്ങിയുള്ള ആൾക്കാരും എല്ലാവരും കൂടി തീരുമാനിച്ചനുസരിച്ച് 2 മണിക്കൂർ ജയിൽവാസത്തിന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത് അനിമോളെയും ജിസേലിനെയും ജയിലിലടച്ചപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജയിലിലടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ റെനയും ബിന്നിയും അവിടെ എത്തി. എല്ലാവരും എത്തി. എല്ലാവരും 1-2 പേരൊക്കെ നിന്നിട്ട്, ജിഷിനും അവരൊക്കെ നിന്നിട്ട് അപ്പം തന്നെ പോയി. പക്ഷേ റെനയൊക്കെ വളരെ മോശമായിട്ട് വീണ്ടും ആ ജയിലിൽ കിടക്കുന്നവരെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ മറ്റേതാണ്, നീ നുണച്ചിയാണ്, നീ കള്ളിയാണ്, അതാ ഇതാ എന്ന് പറഞ്ഞ് മാക്സിമം എതിർത്ത് നിൽക്കാനായിട്ട് നമ്മുടെ അനിമോള് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അനിമോള് തലയിൽ കൂടെ മുഖത്തൂടെ പുതപ്പിട്ട് മൂടിക്കിടന്നു. അതിനുശേഷം അനിമോള് പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞത്, ലാലേട്ടൻ വരട്ടെ, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം നീ അല്ലയോടി പിന്നെ ആര്യനെ വളയ്ക്കാൻ ശ്രമിച്ചത്, നീ കാഞ്ചനമാലയുടെയും മൊയ്തുവിൻ്റെയും സെഗ്മെൻറ്റ് ചെയ്യാൻ പോയിച്ചപ്പം അവനെ കെട്ടിപ്പിടിച്ചില്ലേടി, നീ അവനെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേടി എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര പ്രശ്നം. ഈ ആദില, നൂറ ഇവരെല്ലാം നിൽപ്പുണ്ട്. അവരൊക്കെ ദൂരെ നിൽക്കുന്നു, അവർ മാറി നിൽക്കുന്നു, ഒരു അക്ഷരവും പറയാൻ വന്നില്ല. ഇവർ ബിന്നി ഒരു കസേര എടുത്തിട്ട് അതുപോലെ തന്നെ ഈ റെനയെ കൊണ്ടങ്ങ് പറയിപ്പിക്കുകയാണ്. അപ്പം നീ പോടി കൊച്ചേ, നീ എൻ്റെ ഒരു അനിയത്തിയെ പോലെ തന്നെയുള്ളൂ എന്നൊക്കെ അനിമോള് പറയുന്നു. അതിനുശേഷം ഏതാണ്ട് പറയുമ്പോൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഉടനെ ജിസേൽ പറയാണ്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ചു, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയാണ്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവളെ ഞാൻ വേണ്ടെന്ന് വെച്ചല്ല, അങ്ങനെയല്ല, വേണ്ടെന്ന് വെച്ചെന്നല്ല, അവൾ പോലും നിന്നെ വേണ്ടെന്ന് വെച്ചു, അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു അവളാണല്ലോ എൻ്റെ പുറവേ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവൾ ഓടി അവിടെ നിന്ന് കേട്ടോണ്ട്, ആരടി നിൻ്റെ പുറവേ നടക്കുന്നതെന്ന് ചോദിച്ച് ശൈത്യ ഉടനെ പറഞ്ഞു, ഇന്നു മുതൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്നു മുതൽ നീ എൻ്റെ ഫ്രണ്ടല്ല. അപ്പോൾ അനിമോള് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, എനിക്ക് നിൻ്റെ ഫ്രണ്ടല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരമായിട്ട് ഈ എന്താ പറയുക, ആദിലേനെ ഈ ശൈത്യ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ഫുള്ള് വീണ്ടും അനിമോൾക്കെതിരെയാണ് എല്ലാം. എന്തായാലും നമ്മുടെ മസ്താനി തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മസ്താനി സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് അനിമോൾ കരയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലൈവിൽ 12:42, 12:45 ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അനിമോൾ കുളിച്ചിട്ട് വന്നു. അവിടെ മസ്താനിയും അതിൻ്റെ കൂടെ അവർ ഇരുന്ന് സംസാരിക്കുകയാണ്. അവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പുറത്ത് വന്ന് അനിമോളും കൂടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ലൈവ്. എന്തായാലും അനിമോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അനിമോളെ പുറകിൽ നിന്ന് കുത്താൻ ഒരുപാട് ആൾക്കാർ, അനിമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നാളത്തെ ലൈവ് വിശേഷങ്ങളിട്ട് വരുന്നത്.